Good morning, students. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടറും റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. ആ സർക്യൂട്ടിനകത്ത് കപ്പാസിറ്ററിൽ എങ്ങനെയാണ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്, അതതിൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നത്, അതിൻ്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് അല്ലേ. ഇൻക്രീസ് ചെയ്യുന്ന ചാർജ് പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. ഓവർ ഡാംഡ് കണ്ടീഷനുണ്ട് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ ദാൻ ഓസിലേറ്ററി ടേം ആയ ഒമേഗ സ്ക്വയർ അല്ലേ, ഒമേഗയെക്കാട്ടിലും ഗ്രേറ്റർ ആണ് എങ്കിൽ ചാർജ് എന്ത് ചെയ്യും, എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇറ്റ് ഇൻക്രീസസ് വെരി സ്ലോ ആയിട്ടായിരിക്കും ഓവർ ഡാംഡ് കണ്ടീഷനിൽ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്, ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനാണ്. ക്രിട്ടിക്കൽ ഡാംഡ് കണ്ടീഷനകത്താണെങ്കിൽ ചാർജ് എന്ത് ചെയ്യും, സഡൻലി ഇൻക്രീസ് ചെയ്യും അല്ലേ. ചാർജ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തിച്ചേരും. അത് അവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ്. ബട്ട് ദ ടൈം ടേക്കൺ ഈസ് വെരി സ്മാൾ, ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് ചാർജിൽ എത്തിത്തരും. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് നിയർലി ഈക്വൽ ടു ഓസിലേറ്ററി ടേമിന് നിയർലി ഈക്വൽ ആണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനാണ്. ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ചാർജ് എക്സ്പൊണൻഷ്യലി ആൻഡ് ഹാർമോണിക്കലി ഇൻക്രീസ് ചെയ്യും. ചാർജ് എക്സ്പൊണൻഷ്യലി ആൻഡ് ഹാർമോണിക്കലി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ആ കേസിൽ ചാർജ് അതിൻ്റെ മാക്സിമത്തിൽ എത്തിയാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അറ്റ് ഈറ്റ്സ് മാക്സിമം ചാർജിൽ ഇങ്ങനെ ചെറിയൊരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓസിലേറ്ററി നേച്ചറും കൂടെ കാണിക്കും അല്ലേ, ഒരു സിനുസോയിഡൽ വേരിയേഷനും കൂടെ അത് കാണിക്കും. ഓക്കെ, അത് ഇനി ചാർജിന് നമ്മൾ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ സെല്ല് കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു, അതിൻ്റെ ചാർജ് മാക്സിമത്തിൽ എത്തി. ഇനി ആ ചാർജിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെല്ലിനെ ഓഫ് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന കീ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. കീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പാസിറ്ററിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാർജ് എന്ത് ചെയ്യും, ഇങ്ങനെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. എങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിലെ ചാർജ് ഒരു ഇൻഡക്ടറിലും റെസിസ്റ്ററും കണക്ട് ചെയ്ത സർക്യൂട്ടിൽ ഡിക്രീസ് ചെയ്യുന്നത്? വളരെ വേഗത്തിലാണോ? എത്രത്തോളം ചാർജ് ഡിക്രീസ് ചെയ്യും? അവിടെ ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ഫാസ്റ്റായിട്ടാണോ ഡീക്കേ ചെയ്യുന്നത്? നമ്മൾ ചാർജിങ്ങിൽ പഠിച്ചതുപോലെ ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനും ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനും ഓവർ ഡാംഡ് കണ്ടീഷനും ഒക്കെ ഡിസ്ചാർജിങ്ങിലും ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടത്തെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജ് ഇങ്ങനെ കൂടും. കപ്പാസിറ്ററിലെ ചാർജ് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തും. ഓക്കെ, മാക്സിമം ചാർജ് അറ്റൈൻ ചെയ്തതിന് ശേഷം ഞാൻ കീ ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് ഡിക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ത് ചെയ്യും, ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ഡീക്കേ ചെയ്യുമ്പോൾ അത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകും. അതാണ് V1 = Ri. ഓക്കെ, ഇനി അടുത്തത് കപ്പാസിറ്ററിന് ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട് അല്ലേ, പൊട്ടൻഷ്യലുണ്ട്. കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യലാണ് V2 = Q/Cm. ഇനി ഗ്രോത്ത് ഓഫ് കറണ്ടിൻ്റെ ടൈമിലും ഡീക്കേ ഓഫ് കറണ്ടിൻ്റെ ടൈമിലും ഇൻഡക്റ്റൻസിനകത്ത് എന്ത് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദെർഫോർ V3 = L × di/dt. ഓക്കെ, ഇനി നമുക്ക് കിർച്ചോഫിൻ്റെ വോൾട്ടേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ പൊട്ടൻഷ്യൽ അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇവിടെ ഒരു സെല്ല് ഓഫ് EMF E ഉണ്ടെങ്കിൽ E - V1 - V2 - V3 = 0. ഇവിടെ ഈ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാണ്. നമ്മളിപ്പം DK ആണ് പഠിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നതുകൊണ്ട് EMF ഓഫ് ദി സെൽ ഈസ് ഈക്വൽ ടു 0. ദെൻ V1 + V2 + V3 = 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ V1 എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് IR എന്ന് കൊടുക്കാം. V2 = പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ആണ്. ദാറ്റ് ഈസ് V2 = Q/C. ദാറ്റ് ഈസ് IR + Q/C + V3 എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ EMF അക്രോസ് ദ ഇൻഡക്ടർ ആണ്. ദാറ്റ് ഈസ് L × di/dt = 0 എന്ന് എഴുതാം. മനസ്സിലായോ? ഇവിടെ V1 പകരം IR എന്ന് കൊടുത്തു, V2 പകരം Q/C എന്ന് കൊടുത്തു, V3 പകരം L × di/dt എന്ന് കൊടുത്തു, = 0. ഓക്കെ,
ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഡെറിവേഷനകത്ത്. ഇനി ഇവിടെ എല്ല് നമുക്കറിയാം ചാർജ് കറണ്ട് = എന്താണ്, I = dQ/dt ആണ്. അപ്പോൾ ചാർജിൻ്റെ അടുത്തെല്ലാം കറണ്ടിൻ്റെ അടുത്തെല്ലാം എന്ത് കൊടുക്കാം, dQ/dt. കാരണം നമുക്ക് ചാർജിങ് ഓഫ് കപ്പാസിറ്ററും ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്ററുമാണ് പഠിക്കുന്നത്. കപ്പാസിറ്ററിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, ചാർജാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് കറണ്ടിനെയെല്ലാം ചാർജിൻ്റെ ടേംസിലേക്ക് എഴുതാം. അപ്പം R × Iക്ക് വരാൻ dQ/dt. ഇവിടെ എല്ലിനെ ഇനി കോമൺ എടുത്ത് ഒരു എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഹോൾ ഇക്വേഷനെ എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെർഫോർ R/L × Iക്ക് പകരം dQ/dt പ്ലസ് Q/LC പ്ലസ് എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് LC വന്നത്, പ്ലസ് 1 ഇവിടെ ഒരു എല്ലുണ്ട്, നമ്മൾ എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എല്ലും ക്യാൻസൽ ആയി പോകും, പ്ലസ് d/dt ഓഫ് Iക്ക് പകരം dQ/dt. അപ്പം d²Q/dt² = 0 എന്ന് വരും. ഓക്കെ, ഇനി d²Q/dt² പ്ലസ് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. സെക്കൻഡ് ഓർഡർ ടേം ആദ്യം d²Q/dt² പ്ലസ് R/L × dQ/dt പ്ലസ് 1/LC × Q = 0. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 1/LC എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമിൻ്റെ ഡയമെൻഷൻ ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ടൈം കോൺസ്റ്റൻറ്റ്. അതെന്ന് പറയുന്നത് ഒരു ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതേ കണക്ക് തന്നെ L/R എടുത്താലും അതും എന്ന് പറയുന്നത് എന്താണ്, ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷനും ടൈമിന് ഇക്വലൻ്റ് ആണ്. സോ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ടൈം കോൺസ്റ്റൻറ്റ്. സോ ഈ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് 1/LCക്കും R/Lനും പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ω² = 1/LC എന്നും 2K = R/L എന്നും എടുക്കുന്നു. ദാറ്റ് ഈസ് 1/τ. 2K = 1/τ. τ ഈസ് കാൾഡ് ടൈം കോൺസ്റ്റൻറ്റ്. ദെൻ 2K = R/L. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ ഒമേഗയെ വിളിക്കുന്ന പേര് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആൻഡ് K ഈസ് കാൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. Kയെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഈ വാല്യൂസ് ω² = 1/LC എന്നും 2K = R/L എന്നുള്ള വാല്യൂ ഇക്വേഷൻ 2ൽ കൊണ്ടുവന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും ഇക്വേഷൻ 2, d²Q/dt² പ്ലസ് R/Lന് പകരം 2K × dQ/dt പ്ലസ് 1/LCക്ക് പകരം ω² × Q = 0. ഇതാണ് എന്താണ് ഒരു കപ്പാസിറ്ററിനകത്തൂടെ ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ എവിടെ കണക്ട് ചെയ്തിരിക്കണം, ഒരു LCR സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിനകത്ത് ഇവിടെ ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതണം. ഏതാണ്, d²Q/dt² പ്ലസ് 2K × dQ/dt പ്ലസ് ω² Q = 0. നമ്മുടെ ഗ്രോത്ത് ഓഫ് കറണ്ടിൽ ഒരു -Q0 എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും. ω² × Q - Q0 എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും. ഓക്കെ, കാരണം നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മൾ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെല്ലിൻ്റെ ഒരു ടേമും കൂടെ ഇവിടെ ഇക്വേഷനകത്ത് വരും. ഇവിടെ നമുക്ക് സെല്ലിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേമിനെ നമുക്ക് കളയാം. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. സോ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് Q = Ae⁴ എന്ന് കൊടുക്കാം. നമ്മളവിടെ Q - Q0 = X എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതിന് ശേഷമാണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇവിടെ നമുക്ക് Q - Q0 എന്ന് പറയുന്നൊരു ടേമിൽ ഡയറക്റ്റ് തന്നെ ഇങ്ങോട്ട് എത്തിച്ചേർന്നു, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടേമിലേക്ക് വന്നു. അപ്പോൾ Q = Ae⁴ ഇതിന് നമുക്കിനി ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്യൂവിൻ്റെ വാല്യൂ ഇക്വേഷൻ 3ൽ ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യൂവിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും എടുത്ത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് dQ/dt = α e⁴t. ദാറ്റ് ഈസ് ആൽഫ അവിടെ ഇട്ട് കഴിഞ്ഞാൽ Ae⁴t എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ ആണ്. d²Q/dt² = α²Q. ഈ രണ്ട് വാല്യൂസും കൊണ്ടുവന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം α² പ്ലസ് 2K α പ്ലസ് ω² = 0 എന്ന് വരും. ഈ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് α = -2K ± √4K² - 4ω² / 2. ഓക്കെ, ഇനി അതിനെന്ന് പറയുന്നത് -K
പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയ്ക്ക് 2 വാല്യൂസ് ഉണ്ട്. മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നൊരു വാല്യൂ ഉണ്ട്. മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ 2 വാല്യൂ ആണ് ആൽഫയ്ക്കുള്ളത്. നമ്മൾ എഴുതിയപ്പം Q = A e⁻⁴t എന്നാണ് എഴുതിയത്. അപ്പം ക്യൂവിൻ്റെ വാല്യൂയിൽ ഉള്ള ആൽഫയ്ക്ക് 2 വാല്യൂസ് ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് α1 ആൻഡ് α2. α1ൻ്റെയും α2ൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് ഇക്വേഷനെ എഴുതാം. ഇത് α1ൻ്റെ വാല്യൂ, ഇത് α2ൻ്റെ വാല്യൂ. ദെൻ ഇക്വേഷൻ ബിക്കംസ് ചാർജ് Q = A e⁻⁴t പ്ലസ് A1 e⁻⁴1t പ്ലസ് A2 e⁻⁴2t. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഓൺ ദി കപ്പാസിറ്റർ, ഡീക്കേ ചെയ്യുന്ന ചാർജ്, കപ്പാസിറ്ററിൽ നിന്ന് ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ ഇക്വേഷനാണ് Q = A1 e⁻⁴1t പ്ലസ് A2 e⁻⁴2t എന്ന്. ഇനി ചാർജാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പം ചാർജിനകത്ത് നിന്ന് കറണ്ട് കണ്ടുപിടിച്ചൂടെ? കറണ്ട് I = dQ/dt. ദെൻ ദ ഇക്വേഷൻ ബിക്കംസ് A1 α1 e⁻⁴1t പ്ലസ് A2 α2 e⁻⁴2t. This is taken as equation 6 and 7. ഇനി ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് നമുക്കൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം എന്താണ്? അൺനോൺ ആയിട്ടുള്ള 2 കോൺസ്റ്റൻറ്റ് കിടക്കുക, A1ഉം A2 എന്ന് പറയുന്ന 2 കോൺസ്റ്റൻസ്. നമുക്ക് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്ന ടേംസിൽ, നോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിലാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതൊക്കെ പ്രാക്ടിക്കൽ സിറ്റുവേഷനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ കോൺസ്റ്റൻസ് A1 ആൻഡ് A2. A1ഉം A2ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം t = 0. അതായത് നമ്മൾ ചാർജ് ചെയ്ത് മാക്സിമത്തിൽ വെച്ചേക്കിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് സമയത്തെ നമ്മൾ t = 0 എന്നെടുക്കുന്നത്. അപ്പോൾ ആ കപ്പാസിറ്ററിനകത്ത് മാക്സിമം ചാർജാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ചാർജ് Q = Q0 ആയിരിക്കും. മാക്സിമം ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ അവിടുത്തെ കറണ്ട് I = dQ/dt = 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ ഇക്വേഷൻ 6ലും 7ലും അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ 6ലും 7ലും അപ്ലൈ ചെയ്യുമ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q = A1 e⁻⁴t പ്ലസ് A2 e⁻⁴2t. അപ്പോൾ അതിനകത്ത് ടൈം t = 0ൽ Q0. അപ്പം ഈ e⁻0 വരും. e⁻0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ A1 പ്ലസ് A2 = Q0 എന്നും ഈ ഇക്വേഷനകത്ത് A1 α1 പ്ലസ് A2 α2 = 0 എന്നും വരും. ഓക്കെ, A1 പ്ലസ് A2 = Q0 ഫ്രം ഇക്വേഷൻ 6. ഇക്വേഷൻ 7നകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ A1 α1 പ്ലസ് A2 α2 = 0 എന്നും കിട്ടും. ഇനി നമുക്ക് α1ൻ്റെയും α2ൻ്റെയും വാല്യൂ അറിയാം. α1 = -k പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആൻഡ് α2 = -k മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നാണ്. ആ 2 വാല്യൂസും ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതിനകത്ത് ഈ ഫസ്റ്റ് ടേം കണ്ട -k ഈ കെയുടെ ടേംസ് ഒരുമിച്ചെടുക്കുക. അപ്പോൾ -k കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? -k ഇൻറ്റു ഇവിടെ ഈ A1 അകത്തോട്ട് വരും അല്ലേ? A1 പ്ലസ് ഇവിടുത്തെ A2. അപ്പോൾ -k ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് ഈ സെക്കൻഡ് ടേമിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ടേം കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടുത്തെ A1 ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, -A2 = 0. ഓക്കെ, ഇനി നമുക്കറിയാം A1 പ്ലസ് A2 = എന്താണ്? Q0. ആ Q0 എന്നുള്ള വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -k Q0 പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു A1 മൈനസ് A2 = 0. ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് A1 മൈനസ് A2 = ഇതിന് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ k Q0 ആയോ? k Q0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് A1 പ്ലസ് A2ൻ്റെ വാല്യൂ കിട്ടി, A1 മൈനസ് A2ൻ്റെ വാല്യൂവും കിട്ടി. ഈ A1 പ്ലസ് A2ഉം = Q0യും A1 മൈനസ് A2 = k Q0 ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 2 ഇക്വേഷൻസ് 8ഉം 9ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A1ൻ്റെ വാല്യൂവും സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് A2ൻ്റെ വാല്യൂവും കിട്ടും. മനസ്സിലായോ? ഈ 2 ഇക്വേഷൻ 8ഉം 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A1ൻ്റെ വാല്യൂവും 8ഉം 9ഉം കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് A2ൻ്റെ വാല്യൂവും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് A1ഉം A2ഉം ഇങ്ങനെ കിട്ടും. A1 = Q0/2 ഇൻറ്റു 1 പ്ലസ് k ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നും A2 = Q0/2 ഇൻറ്റു
1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ A1ൻ്റെ വാല്യൂ കിട്ടി, A2ൻ്റെ വാല്യൂ കിട്ടി, ആൽഫ 1ൻ്റെയും ആൽഫ 2ൻ്റെയും വാല്യൂ കിട്ടി. ഈ ഇത്രയും വാല്യൂസും കൂടെ ഇക്വേഷൻ 6 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്ട് ഈ ഇക്വേഷനകത്ത് Q ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ചാർജ് ഓൺ എ കപ്പാസിറ്റർ അല്ലേ, ജനറൽ എക്സ്പ്രഷൻ ഫോർ ദി ഡീക്കേ ഓഫ് ചാർജ് ഓൺ എ കപ്പാസിറ്ററിനകത്തൂടെ ഉള്ള ചാർജിൻ്റെ ഡീക്കേയുടെ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് Q ഇസ് ഈക്വൽ ടു Q0/2 ഇൻറ്റു 1 പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ആൽഫ 1t. ആൽഫ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് Q0/2 ഇൻറ്റു 1 മൈനസ് കെ ബൈ A2ൻ്റെ വാല്യൂ ആണിത്, 1 മൈനസ് A2 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ 2t. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടി. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ദർ ആർ 3 കേസസ്, 3 കേസസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇതാണ് ഒരു കപ്പാസിറ്ററിൽ കൂടി ഡീക്കേ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ 3 കണ്ടീഷൻസ് നേരത്തെ പോലെ തന്നെ ഇവിടെ ചാർജ് ഡീക്കേ ചെയ്യുമ്പോഴും 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്ന ഹെവിലി ഡാംഡ് അല്ലെങ്കിൽ ഡെഡ് ബീറ്റ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് കണ്ടീഷൻ എന്ന് പറയും. അതായത് എന്താണ്, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഓസിലേറ്ററി കോൺസ്റ്റൻറ്റിനെക്കാട്ടിലും ഓസിലേറ്ററി ടേമിനെക്കാട്ടിലും ഗ്രേറ്റർ ആവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ എന്ന്. ഓക്കെ, നമുക്കറിയാം റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണെന്ന് അല്ലേ. വി ഹാവ് ദ ടേം ഇ റൈസ് ടുവിനകത്ത് ടേമിനകത്ത് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. ഇപ്പം കെയുടെ വാല്യൂ ഒമേഗയെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇ റൈസ് ടു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നൊരു ടേം നെഗറ്റീവ് ആയിരിക്കും. ഇ റൈസ് ടു ടേം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് ഈ ഇക്വേഷനകത്ത് നിന്ന് ഇതൊരു നെഗറ്റീവ് ടേമാണ്, പക്ഷേ ഇ റൈസ് ടു ടേമും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിലുള്ള ചാർജ് എക്സ്പൊണൻഷ്യലി ആണ് ഡീക്കേ ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഡീക്കേസ് വെരി സ്ലോ ആയിട്ടാണ്. മൈനസ് ഇ റൈസ് ടു മൈനസ് ടേമാണ്, വെരി സ്ലോലി ആൻഡ് ഇറ്റ് റീച്ചസ് ടു ഇറ്റ്സ് മിനിമം അല്ലെങ്കിൽ സീറോ വാല്യൂ ഉള്ളി അറ്റ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റ് ആകുമ്പോഴത്തേനാണ് ഇൻഫിനിറ്റ് ടൈം എടുത്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, സീറോ ചാർജിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഓസിലേറ്ററി ടേമിന് നിയർലി ഈക്വൽ ആകുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന്. മനസ്സിലായി, ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഇസ് നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. അപ്പം നമുക്ക് അറിയാം കെ സ്ക്വയർ ഇസ് നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. ഞാൻ അതിനെ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പൊണൻഷ്യലിനകത്ത് വരുന്ന ഇ റേസ് ടു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണല്ലോ. അതിൽ ആ കെ മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറിന് വരെ എച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ മൈനസ് കെ പ്ലസ് ഓർ മൈനസ് എച്ച് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 6നെ നമുക്ക് എങ്ങനെ എഴുതാം, Q ഇസ് ഈക്വൽ ടു A1 ഇ റേസ് ടു മൈനസ് കെ പ്ലസ് എച്ച് ഇൻറ്റു ടി പ്ലസ് A2 ഇ റേസ് ടു മൈനസ് കെ മൈനസ് എച്ച് ഇൻറ്റു ടി എന്ന് വരും. അതിനകത്ത് രണ്ടിന്നും നമുക്ക് ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്ന ടേമിനെ ഇനി കോമൺ എടുക്കാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇ റേസ് ടു എച്ച് ടി പ്ലസ് A2 ഇ റേസ് ടു മൈനസ് എച്ച് ടി. Then Q is equal to e raised to minus kt A1 into e raised to ht യുടെ എക്സ്പാൻഷൻ ആണ് 1 പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് സ്ക്വയർ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എച്ച് ക്യൂബ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇങ്ങനെ പോകും. ഇ റേസ് ടു എച്ച് ഇ റേസ് ടു തീറ്റയുടെ എക്സ്പാൻഷൻ അതിൽ നമ്മൾ ആദ്യത്തെ ടേം മാത്രം എടുക്കും. അപ്പം Q ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 1 പ്ലസ് എച്ച് ടി പ്ലസ് A2 ഇ റേസ് ടു മൈനസ് എച്ച് ടിക്ക് വരെ 1 മൈനസ് എച്ച് ടി എന്ന് എഴുതും. ഓക്കെ, ദെൻ Q ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി A1 പ്ലസ് A2 ഈ രണ്ട് ടേമിനെ ഒരുമിച്ചെടുത്തു പ്ലസ് ഈ എച്ച് ടി ഇല്ലേ എച്ച് ടീനെ ഒരുമിച്ചെടുക്കും. എച്ച് ടീനെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ A1 മൈനസ് A2
A1 പ്ലസ് A2 പ്ലസ് A1 മൈനസ് A2 ഇൻറ്റു HT എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് A1 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ Q0യും A1 മൈനസ് A2 എന്ന് പറഞ്ഞാൽ KQ0/√K² മൈനസ് ω² ആണെന്ന്. അപ്പോൾ A1 പ്ലസ് A2ൻ്റെയും A1 മൈനസ് A2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? Q = E⁻−KT Q0 പ്ലസ് KQ0/√H² മൈനസ് ω² വരെ H എന്ന് കൊടുക്കാം. H ഇൻറ്റു ഇവിടെ ഒരു HT ആൾറെഡി ഉണ്ട്. ഓക്കെ, ഈ H വെച്ചും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ Q = Q0. ഇവിടെ Q0 ഇനി കോമൺ എടുത്ത് രണ്ട് ടേം, ഈ ടേമിലും Q0 ഉണ്ട്. ആ Q0 ഇനി കോമൺ എടുത്താൽ Q0 ഇൻറ്റു ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് KT ഇൻറ്റു E⁻−KT. ഇതാണ് ഇവിടുത്തെ ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എപ്പോഴത്തെയാണ്? ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനിലെ ചാർജിൻ്റെ ഇക്വേഷനാണ് ഈ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനിൽ ചാർജിൻ്റെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. Q = Q0 ഇൻറ്റു 1 പ്ലസ് KT E⁻−KT. ദാറ്റ് മീൻസ് ഈ T എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ വരുന്നുണ്ട്, E⁻−KT എന്ന് പറയുന്ന ഒരു ടേമും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ചാർജ് ഡിക്രീസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യലി ആണ് ഡിക്രീസ് ചെയ്യും. അതേ കണക്ക് തന്നെ വെരി ഫാസ്റ്റ്ലി, വളരെ വേഗത്തിലാണ് ഡിക്രീസ് ചെയ്യുന്നത്. വളരെ വേഗത്തിലാണ് ഇതിനകത്ത് ചാർജ് ഡിക്രീസ് ചെയ്യുന്നത്. ഏത് കണ്ടീഷനിൽ? ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനിൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും വരുന്നത്? നമ്മുടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഓസിലേറ്ററി ടേമിനെക്കാട്ടിലും കുറഞ്ഞിരിക്കുമ്പോൾ, ദാറ്റ് ഈസ് K² ≤ ω² ആയിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് √K² മൈനസ് ω² എങ്ങനെ എഴുതാം? ഇവിടെ K ചെറുതാണ്, അപ്പം മൈനസ് ഓഫ് കോമൺ എടുക്കാം. അപ്പോൾ ω² മൈനസ് K². അപ്പോൾ ഇവിടെ √−1 വരും, √−1 വരും. ദാറ്റ് ഈസ് അതിലൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. ഞാൻ അതിനെ J വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് J⁻β. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ടേം എന്തായിട്ട് മാറും? -K ± √K² മൈനസ് ω² എന്ന് വരെ -K ± J⁻β എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 11 എന്തായിട്ട് മാറും? ഇക്വേഷൻ 11 ചാർജിൻ്റെ ഇക്വേഷൻ Q = Q0/2 1 പ്ലസ് K/J⁻β E⁻−K പ്ലസ് J⁻βT പ്ലസ് Q0/2 ഇൻറ്റു 1 - K/J⁻β E⁻−K മൈനസ് J⁻β ഇൻറ്റു T. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് Q0 E⁻−KT എന്ന് പറയുന്ന ടേമിനെ നമുക്ക് രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാം. Q0 E⁻−KT എന്ന് പറയുന്ന ടേമിനെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് ഈ ടേമിനകത്തുനിന്ന് Q0 ഇൻറ്റു E⁻−KT എന്ന് പറയുന്ന ടേമിനെ ഇനി പുറത്തെടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഈ ഫസ്റ്റ് ടേമിൽ ഒരു 1/2 വരും. ബാക്കി 1/2 ഇൻറ്റു 1 പ്ലസ് K ഇൻറ്റു J⁻βT ഇൻറ്റു E⁻J⁻βT എന്ന് വരും. അതേ കണക്കിന് ഈ ടേമിൽ നിന്ന് നമുക്ക് E⁻−KT എന്ന് പറയുന്ന ടേം ഇവിടെ മൊത്തത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നത് 1/2 ഇൻറ്റു 1 - K/J⁻β E⁻−J⁻βT എന്ന് വരും. ഓക്കെ, ഇനി ഈ ടേമിനെ ഇതിനകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പം E⁻J⁻βT/2 എന്നുള്ള ടേം വരും. ഇതാ ഈ ഒരു ടേമും ഈ ഒരു ടേം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം E⁻J⁻βT/2 പ്ലസ് K/J⁻βT E⁻J⁻βT. ഇവിടെയും വരും E⁻−J⁻βT/2 മൈനസ് K/2J⁻β ഇൻറ്റു E⁻−J⁻βT. ഇതിൽ E⁻J⁻βT പ്ലസ് E⁻−J⁻βT ഈ ഒരു ഫസ്റ്റ് ടേമും ഇവിടുത്തെ ഫസ്റ്റ് ടേമും ഒരുമിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരും ഇക്വേഷൻ. E⁻J⁻βT പ്ലസ് E⁻−J⁻βT /2 എന്ന് വരും. ഓക്കെ, അതേ കണക്ക് തന്നെ ഈ ടേംസ് ഈ K/J⁻β വരത്തില്ലേ, അത് ഇവിടുത്തെ ഈ ടേമും കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് K/β ഇൻറ്റു E⁻J⁻βT മൈനസ് E⁻−J⁻βT /2J എന്ന് വരും. ഓക്കെ, 2J എന്ന് വരും.
ഇനി ഈ ടേമിനെ നമുക്ക് കോസ് ബീറ്റ ടി എന്നും ഈ ടേമിനെ നമുക്ക് സൈൻ ബീറ്റ ടി എന്നും എഴുതാം. ഈ ടേമിനെ നമുക്ക് എന്തെന്ന് എഴുതാം? അതായത് ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2നെ കോസ് തീറ്റ എന്നും ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2iനെ സൈൻ തീറ്റ എന്നും എഴുതാം. ഓക്കെ, സൈൻ തീറ്റ എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു Q0 ഇ റൈസ് ടു മൈനസ് കെ ടി, ഇതിന് വരെ എന്തെന്ന് കൊടുക്കാം? കോസ് തീറ്റ, ഇവിടെ തീറ്റ എന്താണ്? ബീറ്റ ടി പ്ലസ് കെ ബൈ ബീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റയ്ക്ക് വരെ സൈൻ ബീറ്റ ടി, ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്യൂ ഇസ് ഈക്വൽ ടു Q0 ഇ റൈസ് ടു മൈനസ് കെ ടി കോസ് ബീറ്റ ടി പ്ലസ് കെ ബൈ ബീറ്റ സൈൻ ബീറ്റ ടി എന്ന് പറഞ്ഞു. ഇതിനകത്ത് ബീറ്റ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും? Q0 ബൈ ബീറ്റ ഇ റൈസ് ടു മൈനസ് കെ ടി ഇൻറ്റു ബീറ്റ കോസ് ബീറ്റ പ്ലസ് കെ ഇൻറ്റു സൈൻ ബീറ്റ ടി. ഇനി ഞാൻ ബീറ്റയ്ക്ക് പകരം ഒമേഗ സൈൻ ആൽഫ എന്നും കെയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? Q0 ഇ റൈസ് ടു മൈനസ് കെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ, ഒമേഗ കോസ് ആൽഫ കോസ് ബീറ്റ ടി പ്ലസ് കെയ്ക്ക് പകരം ഒമേഗ സൈൻ ആൽഫ, അപ്പോൾ ഒമേഗ സൈൻ ആൽഫ സൈൻ ബീറ്റ ടി. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഒമേഗ ഇഞ്ഞ് പുറത്തെടുത്ത്. ഓക്കെ, അപ്പം ഒമേഗ ഇഞ്ഞ് പുറത്തെടുത്ത് Q0 ഇ റൈസ് ടു മൈനസ് കെ ടി ഒമേഗ ബൈ ബീറ്റ, ഒമേഗ രണ്ടിൽ നിന്നും പുറത്തെടുത്ത ബാക്കി സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ, അതായത് സൈൻ എ പ്ലസ് ബി, സൈൻ ആൽഫ പ്ലസ് ബീറ്റ ടിയുടെ ഫോർമുല. അപ്പോൾ ഈ വാല്യൂ, ഈ ഇതിനകത്ത് നമുക്ക് കെയുടെ വാല്യൂ അറിയാം. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് കെ 2k ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ആണ്. 2k ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. അങ്ങനെയാണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു ആർ ബൈ 2l. ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് എൽ സി, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എൽ സി. ആ വാല്യൂസ് ഒക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോമാറ്റിലേക്ക് വരും. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിൽ ചാർജ് ഡിക്രീസ് ചെയ്യുന്ന ഡീകേ ഓഫ് ചാർജിൻ്റെ ഇക്വേഷൻ. ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിൽ ഡീകേ ഓഫ് ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു Q0 ഇ റൈസ് ടു മൈനസ് കെ ടി ഒമേഗ ബൈ ബീറ്റ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് ബീറ്റ ടി. ഇതാണ് ഒരു ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിൽ കപ്പാസിറ്ററിൽ കൂടി ഡീകേ ചെയ്യുന്ന ചാർജിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഉണ്ട് അല്ലേ? ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ടേമും ഉണ്ട്, ഒരു ഹാർമോണിക് ടേമും ഉണ്ട്. അതിൻ്റെ അർത്ഥം ചാർജ് ഇതിനകത്തുനിന്ന് ഡിക്രീസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലി ആൻഡ് ഹാർമോണിക്കലി. എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് തന്നെ ഹാർമോണിക്കായിട്ടും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് അതിൻ്റെ ഏറ്റവും മിനിമം ചാർജിൽ എത്തിയതിന് ശേഷവും ഇറ്റ് വിൽ ഓസിലേറ്റ്സ് ആൻഡ് ടെൻസ് ടു 0. അതിൻ്റെ ഇറ്റ് വിൽ ഓസിലേറ്റ് അബൌട്ട് ദ മിനിമം ചാർജ്. മിനിമം ചാർജ് മീൻസ് ക്യൂ ഇസ് ഈക്വൽ ടു 0. The charge it will oscillate in the about the minimum charge. Minimum charge എന്ന് പറഞ്ഞാൽ എത്രയാണ്? Q is equal to 0. Q is equal to 0 it will oscillate. ഇതെന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഇതാണ് 3 കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഈ ഫിഗർ. ഫസ്റ്റ് ഈ ഫിഗറാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയർ, അതായത് ഹെവിലി ഡാംഡ് കണ്ടീഷൻ അഥവാ ഓവർ ഡാംഡ് കണ്ടീഷനാണ്. കറണ്ട് വിൽ ഡിക്രീസ് എക്സ്പൊണൻഷ്യലി. കറണ്ട് എക്സ്പൊണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യും, ബട്ട് ഇറ്റ് ഹാപ്പൻസ് വെരി സ്ലോലി. വളരെ സ്ലോ ആയിട്ടായിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. രണ്ടാമത്തത് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനാണ്, അതായത് ദ കറണ്ട് വിൽ ഡീകേ എക്സ്പൊണൻഷ്യലി വെരി ഫാസ്റ്റായിട്ടായിരിക്കും കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ. കറണ്ട് വിൽ ഡിക്രീസ് എക്സ്പൊണൻഷ്യലായിട്ട് കറണ്ട് ഡിക്രീസ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ഹാർമോണിക്കലി ഓസിലേറ്റ് അബൌട്ട് ദ മിനിമം ചാർജ് റീജിയൻ Q is equal to 0. Q0 എന്ന് പറയുന്ന വാല്യൂവിൽ, ക്യൂവിൻ്റെ വാല്യൂ 0 ആകുന്ന വാല്യൂവിൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മളിപ്പം പറഞ്ഞില്ലേ മിനിമം ചാർജ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ഓസിലേറ്റ് എന്ന്. നമ്മൾ അതിനകത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്നാണ് പഠിച്ചത്?
മിനിമം ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ബീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു അല്ലേ. ബീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. ഇനി നമുക്ക് ഇഫ് അവിടെ അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു, അബൌട്ട് ക്യൂ ഇസ് ഈക്വൽ ടു 0 ചാർജ് 0 ആകുന്ന പോയിന്റിൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ഹാർമോണിക്കായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. സോ നമുക്ക് അവിടുത്തെ അതിൻ്റെ ഫ്രീക്വൻസി, ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 2πf ആണ്. എത്രയാണ്? 2πfന് ഇക്വലൻ്റ് ആണ്. ദെയർഫോർ ബീറ്റയ്ക്ക് ഇസിക്ക് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 2πf എന്ന് കൊടുക്കാം. റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC ആണ്. ഇനി കെ ഇസ് ഈക്വൽ ടു R/L ആണ്. ആ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അബൌട്ട് ദ Q is equal to 0 പൊസിഷൻ, Q is equal to 0 പൊസിഷനിൽ ഫ്രീക്വൻസി ഓസിലേഷൻ കിട്ടും. F is equal to 1/2π into root of 1/LC minus R²/4L². എത്ര വരും? R²/4L² എന്ന് വരും. ഇതാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ന് തന്നെ പഠിക്കുക.